വളയിട്ട കൈകളിൽ നൂറുമേനി നെല്ല് വിളയിച്ചു. നെല്ല് സംഭരിച്ച് 6 മാസം പിന്നിട്ടിട്ടും പണം ലഭിച്ചില്ല. കൊയ്തെടുത്ത നെല്ലിൻ്റെ പണത്തിനായി ബാങ്കും പാടി ഓഫീസും കയറിയിറങ്ങി മടുത്ത് ഒരു കൂട്ടം വനിതകൾ. പുറക്കാട് അപ്പാത്തിക്കരി പാടശേഖരത്താണ് ലാവണ്യ കുടുംബശ്രീയിലെ 10 വനിതകളുടെ കൂട്ടായ്മയിൽ നെൽകൃഷി ചെയ്തത്. പ്രാർത്ഥനാ സമാജത്തിൻ്റെ കീഴിലുള്ള 4 ഏക്കറിലാണ് ഇവർ 2 വർഷത്തെ പാട്ടക്കരാറിൽ നെൽകൃഷി ചെയ്തത്. 1,12,000 രൂപയാണ് പാട്ടക്കൂലി. ഇതുകൂടാതെ കൃഷിച്ചെലവും കൊയ്ത്തുകൂലിയും ഉൾപ്പെടെ 1.5 ലക്ഷം രൂപയോളം ചെലവായി. 1 മണിക്കൂർ നെല്ല് കൊയ്തെടുക്കാൻ യന്ത്രത്തിന് 2,400 രൂപയാണ് നൽകിയത്. കഴിഞ്ഞ ഡിസംബർ 25-ന് സപ്ലൈകോയ്ക്ക് വേണ്ടി മില്ലുടമകൾ നെല്ല് സംഭരിക്കുകയും ചെയ്തു. 75ഓളം കിൻഡൽ നെല്ലാണ് ഇവരുടെ വളയിട്ട കൈകളിൽ നിന്ന് കൊയ്തെടുത്തത്. എന്നാൽ നെല്ല് സംഭരിച്ച് 6 മാസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ പണം ലഭിച്ചില്ല. സ്വർണം പണയം വെച്ചും പലിശയ്ക്ക് പണമെടുത്തുമാണ് ഈ വനിതകൾ നെൽകൃഷി ചെയ്തത്. കുടുംബശ്രീയുടെ പേരിലായതിനാൽ പണം നൽകുവാൻ സാങ്കേതിക ബുദ്ധിമുട്ട് ഉണ്ടെന്നാണ് സപ്ലൈകോയും പാടി ഓഫീസും പറയുന്നത്. കുടുംബശ്രീയുടെ പേരിൽ നെൽകൃഷി ചെയ്താൽ സബ്സിഡി ലഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞതുകൊണ്ടാണ് ഈ പേരിൽ കൃഷി ചെയ്തത്. പണം ലഭിക്കാനായി പാടി ഓഫീസും ബാങ്കും കയറിയിറങ്ങി മടുത്തിരിക്കുകയാണ് ഈ വനിതകൾ. കഴിഞ്ഞ നെല്ല് സംഭരിച്ചതിൻ്റെ 1 രൂപ പോലും ലഭിച്ചില്ലെങ്കിലും വീണ്ടും ഈ പാടശേഖരത്ത് നെൽകൃഷി ആരംഭിച്ചിരിക്കുകയാണ്. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും മാസങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ കൊയ്ത നെല്ലിൻ്റെ പണം എന്ന് ലഭിക്കുമെന്ന ആശങ്കയിലാണ് ഈ വനിതകൾ. പാടശേഖര സെക്രട്ടറി പറഞ്ഞു, രജിസ്റ്റർ ചെയ്യാൻ ചെന്ന് വിത്തെടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ്, നിങ്ങൾ കുടുംബശ്രീക്കാരല്ലേ, നിങ്ങൾക്ക് പാസ്ബുക്ക് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബശ്രീയുടെ പേര് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം രജിസ്റ്റർ ചെയ്താണ് ഞങ്ങൾ വിത്തെടുത്തത്. അങ്ങനെ വിത്തെടുത്ത് കൃഷിയെല്ലാം ഇറക്കിയെല്ലാം കഴിഞ്ഞ് വിളവെടുത്തപ്പോഴത്തേക്കും PRS എഴുതാൻ ചെന്നപ്പോഴും സെക്രട്ടറി പറഞ്ഞ്, നിങ്ങൾ കുടുംബശ്രീയുടെ പേരിൽ തന്നെ നെല്ല് തൂക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നെല്ല് തൂക്കി PRS എഴുതി തന്നു. എല്ലാവരും PRS കൊണ്ടുപോയി കാനറ ബാങ്കിൽ കൊടുത്തു, ഞങ്ങളും കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് വിവരം അറിയുന്നത്, സംഘടനയ്ക്ക് ലോണായിട്ട് തരത്തില്ല, ഒരു വ്യക്തിയുടെ പേരിലാണെങ്കിൽ ലോൺ തരുവുള്ളൂ. അങ്ങനെ ആ 1 മാസം കൊണ്ട് ഞങ്ങൾ കയറി ഇറങ്ങി നടന്നിട്ടും പൈസ കിട്ടിയില്ല. വീണ്ടും അവർ പറഞ്ഞ് പാടി ഓഫീസിൽ കൊണ്ടുപോയി പേര് മാറ്റിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു വ്യക്തിയുടെ പേരിൽ, ഒന്നെങ്കിൽ പ്രസിഡന്റിന്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ പേരിലാക്കാൻ പറഞ്ഞു. അതും കൊണ്ട് പാടി ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറയുന്നത്, നിങ്ങളുടേത് ഓൾറെഡി നിങ്ങളുടെ പേര് ഈ ലാവണ്യ കുടുംബശ്രീ എന്നുള്ള പേര് നിങ്ങളുടെ രജിസ്റ്ററിലായിപ്പോയി, അതിനിപ്പോൾ ഉടനെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇവിടെ നമ്മൾ ഒരു അപേക്ഷയൊക്കെ അവിടെ വെച്ച്, ഇവർ പറഞ്ഞു തന്ന അനുസരിച്ച് ഒരു അപേക്ഷയൊക്കെ വെച്ച്, അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് പൈസ കിട്ടും, ഒരു 3 മാസത്തെ താമസം വരും, അതിനോടുള്ള സർക്കാർ എപ്പോൾ നിങ്ങൾക്ക് പൈസ അനുവദിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് കയറുന്നു. ഇത് 6 മാസമായിട്ടും ഇതുവരെ പൈസ കയറിയിട്ടില്ല.